മലയാളം പെൺകിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ അച്ഛനും കൂടി ചൂണ്ടച്ചുള്ളി വെട്ടാൻ പോവാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്തോട്ട് പോയി നോക്കിയാണ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഈ കരകത്തിൻ്റെ ഇടയ്ക്ക് ഒരു മുള നിൽപ്പുണ്ട്, അതിനകത്ത് നിന്ന് വെട്ടാമെന്ന് വിചാരിച്ചാൽ പോകുന്നത്. അച്ഛൻ എന്നേക്കാളും മുന്നേ നടന്നു, ഞാൻ പുറകെ. ഈ വഴി കൂടെ ഫോണും പിടിച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പാട്. ചെറിയൊരു വഴി, അതിൽ മറിഞ്ഞ് വെള്ളത്തിലോട്ട് വീഴും. അങ്ങനെ ഞങ്ങൾ കരകത്തിൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് മുള നിൽക്കുന്നത്. അതിനകത്ത് ഒരു മുള നിൽപ്പുണ്ട്. അതിൽ നിന്നാണ് കമ്പ് വെട്ടുന്നത്. അച്ഛൻ ആദ്യത്തെ കമ്പ് വെട്ടാൻ വേണ്ടി കയറിയിരിക്കുക. ഭയങ്കര പാടാണ്, കാരണം കരകം നല്ല കട്ടിക്ക് പിടിച്ചിരിക്കുക. ആദ്യത്തെ ചുള്ളിക്കമ്പ് വെട്ടി നമ്മളൊരു ചൂണ്ടയ്ക്കുള്ള ചുള്ളിക്കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ചെറിയ ശേഖരങ്ങളൊക്കെ വെട്ടിക്കളയാം, അല്ലെ നമുക്ക് ചൂണ്ട വെട്ടാൻ പറ്റത്തുള്ളൂ. ചൂണ്ടയ്ക്കുള്ള ചുള്ളിക്കമ്പ് വെട്ടാൻ പോവാണ്. അതും നമ്മൾ ആ മുളയിൽ നിന്ന് തന്നെയാണ് വെട്ടുന്നത്. കമ്പുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോഴേക്കും, പക്ഷെ ഉള്ളിലോട്ട് കുറേ കയറിയാണ് ഈ മുള നിൽക്കുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷെ ഇവിടെ നിന്ന് നോക്കിയാൽ മുള നമുക്ക് കാണാൻ പറ്റില്ല. ഇത്ര കരകത്തിൻ്റെ ഇടയ്ക്കാണ് അത് നിൽക്കുന്നത്. അച്ഛൻ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയാണ് ഈ മുളക്കമ്പ് വെട്ടിയത്. എൻ്റെ കണ്ണിലങ്ങനെ വീഴിക്കും. ഇതിൻ്റെ തുമ്പൊക്കെ നടണം, ഈ പൊങ്ങി നിൽക്കുന്ന സാധനങ്ങളൊക്കെ കളയണം. ഇതിപ്പം വെട്ടിക്കൊണ്ട് വന്ന് ഇത് ഒതുക്കുന്നതാണ് ഈ കാണുന്നത്. അല്ലാതെ ഇത് അതുപോലെ തന്നെ എൻ്റെ ഈ ശേഖരത്തിൻ്റെ ഭാഗമൊക്കെ നീണ്ടു നിൽക്കും. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങനെ ഈ ക്ലീനാണ് വേണ്ട. അതുപോലെ കയ്യിലൊക്കെ കൊള്ളാൻ ഇത് വെള്ളം മിനുസപ്പെടുത്തും വേണ്ട. അത് ഇതിൻ്റെ ബലം കുറഞ്ഞ ഭാഗം നമ്മൾ മുറിച്ച് കളയും. ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാം ഫുള്ള് എടുക്കത്തില്ല, ഇത് കുറച്ചും കൂടെ ബലമുള്ള ഭാഗം വരെ എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ലെങ്ത് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മുട്ടിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. ഈ ഒരു മുട്ടിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്തേക്കണം. അതോ ഇവിടെ വെച്ച് ഒരു കരിയും പിടിച്ചു കഴിഞ്ഞാൽ കിടക്കണ്ടേ. ആ ഇത് മതിയല്ലോ. അപ്പോൾ ഇത് ഏകദേശം റെഡിയായിരുന്നു. തുമ്പൊക്കെ ഈ മുട്ടിന് കറക്റ്റ് പറ്റ വെച്ച് വെട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ അതൊരു ബലമാണ്. നേരെ മതി ഇപ്പുറത്ത് വെച്ചാണെങ്കിൽ അത് കട്ടിയില്ല. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇതാണ് ഇവിടും അതുപോലെ തന്നെ മുട്ടിന് ഇപ്പുറത്ത് വെച്ചാൽ മതി, അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട്. ഇനി അതുപോലെ തന്നെ ഇത് നമ്മൾ റെഡിയാക്കുക. ഈ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ആ ശേഖരത്തിൻ്റെ ഭാഗം നമ്മൾ മിനുസപ്പെടുത്തുക, അല്ലെങ്കിൽ ഇത് കൈയൊക്കെ മുറിച്ച് ഇത് കണ്ടത് ഇത് നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് ഇപ്പുറത്ത് വെച്ചാൽ കീഴിലാകുമ്പോൾ നല്ല ക്ലീനായിരിക്കും. ഏറ്റവും നല്ലത് ചൂണ്ടയ്ക്ക് ഏറ്റവും നല്ലത് പനയുടെ ഇതും മുളയുടെ ഇല്ലിമുളയുടെയും കല്ലമ്പുഴയുടെ ശേഖരമാണ്, ചെറിയ ശേഖരം. അതാണ് കാണാനും ഭംഗിയാണ്, ബലവുമാണ്, നല്ല സ്ട്രോങ് ആയിട്ട്.
ഒരുക്കട്ടെ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല സൂക്ഷിക്കണം, കാരണം ഭയങ്കര മൂർച്ചയുള്ള കത്തിയായിരുന്നു. കൈമുറി കമ്പ് വെട്ടിന് ചൂണ്ട കിട്ടുന്ന അമ്മച്ചിയാണ്. അപ്പം ഈ കമ്പിൻ്റെ തുമ്പത്ത് നിന്ന് കുറച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയും, ഈ കലസ് മുറുകിയിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുവാണ് അമ്മ. ചൂണ്ടയും കലസും നമ്മൾ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കെട്ടിയ ചൂണ്ടക്കലസ് നമ്മൾ ചന്ദനത്തിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പം അത് മുറുകിയിരിക്കും, അല്ലെങ്കിൽ ഊരിപ്പോവും. മീനൊക്കെ പിടിക്കുമ്പോൾ വലിക്കുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്നേരം അമ്മ ചൂണ്ടയിട്ട് ഒരു പരലിനെ പിടിച്ച്. അങ്ങനെ ഞങ്ങളുടെ ചൂണ്ടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ്. ഇനി നാളെയാണ് നമ്മളിതിനെ വെച്ച് കരിമീനൊക്കെ പിടിക്കുന്നത്. അപ്പം നാളെ കാണാം. താങ്ക് യു.